തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രചാരണ വിവാദത്തിൽ UDF-ന് മറുപടി വീഡിയോയുമായി CPIM. ചെറുവത്തൂർ മടക്കരയിൽ സന്ദീപ് വാര്യർക്ക് വേണ്ടി ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ളവർ പ്രചാരണത്തിനെത്തിയ വീഡിയോ CPM പുറത്തുവിട്ടു. എന്നാൽ ദേശീയ പാർട്ടിക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രചാരണത്തിനെത്തിയതെന്ന് യുവാക്കൾ പറയുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. പ്രചാരണത്തിനെത്തിയവരെ CPM തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും സന്ദീപ് വാര്യരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, തൃക്കരിപ്പൂരിൽ പ്രചാരണത്തിന് സന്ദീപിനൊപ്പം എത്തിയവരെ, സന്ദീപിന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെത്തിയവരെ തടഞ്ഞു എന്നുള്ളത് രാവിലെ വലിയ വിവാദമായിരുന്നു. സന്ദീപ് വാര്യർ തന്നെ സ്ഥലത്തെത്തുകയും വലിയ സംഘർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായി. പക്ഷേ ഹിന്ദിക്കാരെ കൂലി കൊടുത്തെത്തിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. CPM ഹാൻഡിലുള്ളത് വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ നോക്കൂ, ആരെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശമാണ് പ്രചാരണം എന്ന് പറയുന്നത്. മാധു, ഇന്ന് രാവിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ചെറുവത്തൂർ ടൗണിൽ പ്രചാരണത്തിനെത്തിയ UDF പ്രവർത്തകരെ CPIM CA2 പ്രവർത്തകർ തടഞ്ഞു എന്നതായിരുന്നു UDF-ന്റെ ആരോപണം. അതിൽ സന്ദീപ് വാര്യരും CPIM പ്രവർത്തകരും ചെറുവത്തൂർ ടൗണിൽ വെച്ച് വാക്കുതർക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ CPIM വിശദീകരിച്ചത് അത്തരത്തിലൊരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. UDF-ന് വേണ്ടി അവിടെ ടൗണിൽ പ്രചരണത്തിന് വന്നത് ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ്, അതിഥി തൊഴിലാളികളാണ്. അത് കണ്ടപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ആ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു CPM-ന്റെ വിശദീകരണം. ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കാൻ സന്ദീപ് വാര്യരാണ് ശ്രമിച്ചത് എന്നതായിരുന്നു CPM അതിൽ വിശദീകരിച്ചത്. അവരുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ CPIM സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ചെറുവത്തൂരിൽ തന്നെയുള്ള മടക്കര എന്ന സ്ഥലത്ത് ഈ അതിഥി തൊഴിലാളികൾ സന്ദീപ് വാര്യർക്ക് വേണ്ടി, അത് ഈവന്റ് മാനേജ്മെന്റ് ഭാഗമായി ഈ പ്രചരണത്തിൽ ഇറങ്ങുന്നവരാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ളവരെ ഈ പ്രചരണത്തിനായി ഉപയോഗിക്കാറുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സന്ദീപ് വാര്യർ ഉപയോഗിച്ചിട്ടുള്ള ഈ UDF ഉപയോഗിച്ചിട്ടുള്ള അതിഥി തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ പകർത്തി വിവാദമായിരുന്നു തൃക്കരിപ്പൂരിലെ രാവിലത്തെ സംഘർഷവും ഇപ്പോൾ CPM ഹാൻഡിലുകൾ പുറത്തുവിടുന്ന ഹിന്ദിക്കാരുടെ ദൃശ്യങ്ങളും ഒക്കെ.